So the next time inviting Dr. Sunny Edmeter, please. ഹ്യൂസ്റ്റന്റെ പ്രാന്തപ്രദേശങ്ങളിൽ 53 പരം വർഷങ്ങളായിട്ട് പാർത്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ പ്രകടനത്തിന് ഞാൻ പങ്കെടുക്കുന്നത്. നിങ്ങളെ സർവകലാ വല്ലഭൻ ബഹുമുഖ പ്രതിഭ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ. ബഹുമുഖ പ്രതിഭ, സർവകലാ വല്ലഭൻ എന്നുള്ള അത് വളരെ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് കാണുവാനും അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരാനിടയായതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപന്യാസത്തിനൊക്കെ വായിക്കാറുണ്ട്. ഉപമകളൊക്കെ പറഞ്ഞിട്ട് ആപ്തവാക്യങ്ങൾ പറഞ്ഞിട്ട് പണ്ടൊരു മഹാൻ ഇങ്ങനെ പറയുകയുണ്ടായി. എന്നാൽ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അത് മാറിയിട്ട് ബെർണാഷോ ഇങ്ങനെ പറഞ്ഞു എന്ന് പല അതിൻ്റെ ഒരു ഇതാണ് ഒരു വാക്കാണ് ദ ഫ്രേസ് പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടേഴ്സ്. ഇത് ബെർണാഷോ പറഞ്ഞാണ് കേരളത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റികളെല്ലാം കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ ദ ഫ്രേസ് പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടേഴ്സ് ഈസ് എ വേരിയേഷൻ ഓഫ് patriotism is the last refuge of a scoundrel. A famous quote by Samuel Johnson in 1775. Samuel Johnson, not Bernard. It means that the people who lack any genuine virtue or noble qualities often resort to political causes or appeals to patriotism as a way to gain power to hide their true unscrupulous nature. Instead of acting on principle, they hide their self-serving motives, blind and political rhetoric. So ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും അവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അഴിമതികൾ കാണുമ്പോൾ നമുക്ക് പ്രയാസം വരും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം മോശമാണ് എന്നുള്ള ഒരു മുദ്ര കൊത്തിയിരിക്കുകയാണ്. അതായത് പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ എന്ന് പറയും. ലോകത്തിൽ എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഒരു എക്സെപ്ഷനാണ് ഡോക്ടർ മാത്യു വൈരമൺ. എന്നാൽ നമ്മൾ ലോകത്തിൽ ചരിത്രം എടുത്താൽ കുറച്ച് ശതമാനം ആൾക്കാർ, നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകം ഇങ്ങനെ നിൽക്കുന്നത്, അമേരിക്ക ഇങ്ങനെ നിലനിൽക്കുന്നത്. ഡോക്ടർ മാത്യു വൈരമണിനെ നമ്മൾ വിജയിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ വന്ന ആദ്യ ആഴ്ച മുതൽ അന്ന് മുതൽ ഇന്ന് വരെ പരിചയമുള്ള ആളെ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പരിചയമുള്ളതിൽ ഒരാളാണ്. ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഡോക്ടർ മാത്യു വൈരമണിനെ ഇവിടെ തെരഞ്ഞെടുത്തുവിടാൻ നമ്മൾ തലയിൽ തുണിയിട്ടുണ്ട് മെമ്പർഷിപ്പ്സ്ക്കായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യം വരികയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായിട്ടും ഒരു അഭിമാനമായിരിക്കും. ജാതിമത ഭേദമന്യേ, സമുദായ ഭേദമന്യേ, കുഞ്ഞുകുട്ടി ബാലവൃത്തം എന്നുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആ താഴ്മയുടെ അഭിനയത്തിൻ്റെ മൂർത്തീകരണമാണ് ഡോക്ടർ മാത്യു വൈരമൺ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ജഡ്ജിയായി കഴിയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെന്നാലും അവിടെ അഹങ്കാരം കാണുകയില്ല. വളരെ അങ്ങനെ ആർക്കും എപ്പോഴും പ്രവേശനം ലഭിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഒരു ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആ നിലയിൽ ഇദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. ജാതി മത ഭേദമന്യേ, സമുദായ ഭേദമന്യേ നമ്മുടെ ഇന്ത്യൻ സമുദായത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സന്തോഷവാനാണ് അദ്ദേഹം ഇങ്ങനെ സ്ഥാനാർത്ഥിയായി നിന്നത്. അതുകൊണ്ട് ആ ആപ്തവാക്യത്തിൽ നിന്ന് എക്സെപ്ഷനായിട്ട് നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം ജഡ്ജിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യായാധിപനായിട്ട് കാര്യം നടത്തുന്നുള്ള യാതൊരു സംശയമില്ല. എല്ലാവർക്കും വളരെ നന്ദി.